എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ധാരാളം അച്ഛന്മാർ ഇവിടെയുണ്ട്. നമ്മുടെ നായ്ക്കൻ ബ്രഹ്മച്ചനുണ്ട്, പനക്കലച്ചനുണ്ട്, അതുപോലെ നമുക്ക് ധാരാളം ബഹുമാനരുടെ അച്ഛന്മാർ, പിതാക്കന്മാർ, പിന്നെ അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ കാര്യം പറയണ്ട. നല്ല സ്നേഹമുള്ളവരും പരിശുദ്ധാത്മാവിനോട് തീഷ്ണതയുള്ള സിസ്റ്റേഴ്സ്, വലിയ അഭിഷേകത്തിന് നിറവുള്ള ആത്മായ ലീഡേഴ്സ്, ശുശ്രൂഷകർ. എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ ആത്മായ ശുശ്രൂഷകരുടെ റോള് വളരെ വലുതാണ്. അവരോടുള്ള സ്നേഹം കാരണം എനിക്ക് അവരിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഒരുപാട് പേര്, കുറച്ച് പേർക്ക് ഇച്ചിരി വീഴ്ച ഉണ്ടെങ്കിൽ പോലും ഒരുപാട് പേര് ആത്മാർത്ഥതയിൽ ജെന്യുവനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണങ്ങളായി പ്രവർത്തിക്കുന്നത് എനിക്ക് നേർക്ക് നേർ അറിയാൻ സാധിച്ചിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ശുശ്രൂഷകരെ ഓർത്തിന് അഭിമാനം കൊള്ളുകയാണ്. അതുപോലെ സിസ്റ്റേഴ്സ് നല്ല വിധത്തിൽ ജെന്യുവനായി പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സുണ്ട്, വൈദികരുമുണ്ട്. അപ്പോൾ അവരെല്ലാം ഓർത്ത് എനിക്ക് സന്തോഷം. സഭയിലെ കരിസ്മാറ്റിക് മേഖലയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വിശുദ്ധന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ അതുപോലെ സന്തോഷം. സഭയിലെ കരിസ്മാറ്റിക് നവീകരണത്തിലുള്ള ജെന്യുവനായ എളിയ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് വേറെ ഒരു വലിയ സങ്കടമുള്ളത്, സങ്കടമല്ല, എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിസന്ധി ഉള്ളത്, ഇത്രമാത്രം കൺവെൻഷനുകൾ നടന്നിട്ടും ഇത്രമാത്രം ജൂബിലി ആഘോഷിച്ച് നമ്മുടെ കേരളത്തിലെ നമ്മുടെ കരിസ്മാറ്റിക് ശുശ്രൂഷകൾ ധാരാളം ചെയ്തിട്ടും നമ്മളുടെ ഈ കേരളത്തിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു അനോയിൻറ്റിങ് ഇവിടെ വ്യാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, കുറേയൊക്കെ ഉണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളതുകൊണ്ട് തൃപ്തിപ്പെടരുത്. നമുക്കെന്ത് ചെയ്യണം? വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. വെളിപാടിലെ വാചനം നമുക്ക് ഓർക്കാം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധൻ ഇനിയും കൃപയ്ക്ക് മേൽ കൃപ നമ്മൾ പ്രാപിക്കണം. അപ്പോൾ ഇനി ഈ ജൂബിലി കഴിഞ്ഞ് അടുത്തൊരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ അത്ഭുതകരമായ അഭിഷേകം കേരളത്തിൽ കരിസ്മാറ്റിക് പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നവരിലും അല്ലാത്തവരിലൊക്കെ നിറയാൻ ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നൊരു ഷോർട്ടായിട്ട് 20 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ടൊന്ന് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം കൃപ സ്വീകരിക്കുന്നവരുണ്ട്, ധാരാളം ധ്യാനങ്ങൾ കൊടുക്കുന്നവരുണ്ട്, ധാരാളം ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ട്, ധാരാളം വൈദികരുണ്ട്, ധാരാളം ഡെഡിക്കേറ്റഡ് സിസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളുണ്ടെങ്കിലും കർത്താവിൻ്റെ സഭ ഹോസിയ പ്രവചനത്തിൽ 8-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം പറയണത് പോലെയാണ്, വിജാതിയരുടെയിൽ ഉപയോഗശൂന്യമായ പൊട്ടപാത്രം പോലെയായി മാറി. ഹോസിയ പ്രവചനത്തിൽ 8-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം. ജാതികളുടെ നടുവിൽ കർത്താവിൻ്റെ ജനം ഉപയോഗശൂന്യമായ പൊട്ടപാത്രം പോലെയായി മാറി. വെള്ളരിക്കാത്തോട്ടത്തിൽ കുത്തിനാട്ടിയ പൊട്ടക്കലം പോലെ ശക്തിരഹിതമായി, ദുർബലമായി പല മേഖലകളിലും കാണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു 2-3 കാര്യങ്ങൾ ഷോർട്ടായിട്ട് നിങ്ങളോട് പറഞ്ഞ അവസാനം. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ? ഉറക്കെ പറ. ഉണ്ട്. വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിറയുന്നുണ്ടോ ഇല്ലയോ? അഭിഷേക പ്രാർത്ഥനകളിലൂടെ പരിശുദ്ധാത്മാവ് നിറയുന്നുണ്ടോ ഇല്ലയോ? നമ്മുടെ സൽകൃത്യങ്ങളിലൂടെ നിറയുന്നുണ്ടോ ഇല്ലയോ? ഇതെല്ലാം നിറഞ്ഞിട്ട് ഇതെല്ലാം എവിടെ പോകുന്നു? ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ തന്നെ എത്രമാത്രം പരിശുദ്ധാത്മാവുകൊണ്ട് ഇങ്ങനെ നിറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പരിശ്രമിക്കുന്നു. പക്ഷേ ഇതെവിടെ പോകുന്നു? എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഒരു 10 പുള്ളിപ്പുലികൾ നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. 10 പുള്ളിപ്പുലികൾ. ദൈവത്തിൻ്റെ ദാനങ്ങൾ, ദൈവത്തിൻ്റെതായ അനോയിൻറ്റിങ് അഭിഷേകങ്ങൾ നമ്മുടെ മേൽ വന്നാലും മിനിറ്റുകൾക്കുള്ളിൽ അതെല്ലാം ഒന്നുമില്ലാതെയായി മാറും. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിനെ കുറിച്ചും പറയുന്നില്ല, അതിന് 3 പുള്ളിപ്പുലിനെ കുറിച്ച് മാത്രം പറയാം. 1-ാമത്തെ പുള്ളിപ്പുലിയാണ്. ആ പുള്ളിപ്പുലി, ഈ പുള്ളിപ്പുലികളുണ്ടെങ്കിൽ എഫേസോസ് 4:30 സംഭവിച്ചിരിക്കും. അതാണ് ഈ പുള്ളിപ്പുലികളുടെ പ്രത്യേകത. ഈ പുള്ളിപ്പുലികൾ തിന്നു തീർക്കണത് എന്താണ്? ഈ പുള്ളിപ്പുലികൾ തിന്നു തീർക്കണതെല്ലാം നമ്മുടെ ഉള്ളിൽ ദൈവം തരുന്ന അനോയിൻറ്റിങ് ആണ്. അത് എഫേസോസ് 4:30 എന്താണ്? രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ
വേദനിപ്പിക്കരുത്, ദുഃഖിപ്പിക്കരുത്, അതിനെ ന്യൂട്രലാക്കരുത്. ന്യൂട്രലായി പോകും. ഈ കൃപകളെല്ലാം ന്യൂട്രലായി പോകുന്നു. ദൈവം ചൊരിയുന്ന ഈ ശക്തിയുടെ വിശേഷം വെളിപ്പെടുന്നില്ല, അതെല്ലാം വന്നു വീഴുന്നു. ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഒരു 2-3 ഞാൻ പറയുന്ന 2-3 ക്രിയകൾ ചെയ്ത് തിരിച്ചു വന്നാൽ ഒന്നും ഉണ്ടായില്ല. അങ്ങനത്തെ 10 പുള്ളിപ്പുലികൾ നിങ്ങളുടെ ശരീരത്തിൽ ഇരിപ്പുണ്ട്. കുറേ ഉണ്ടാവും, ഞാനൊരു 10 ലിസ്റ്റ് ഇട്ടെന്നുള്ളൂ. അതിൽ ഒരെണ്ണം ആദ്യം തന്നെ പറയാം. ഒന്നാമത്തെ പുള്ളിപ്പുലി ഭക്ഷണാസക്തി എന്നല്ല, ഭക്ഷണത്തിൻ്റെ രുചിക്ക് അടിമയാവുക. രുചിക്ക് അടിമയാവുക. നിങ്ങൾ എത്രമാത്രം വലിയ അഭിഷേകം സ്വീകരിച്ചാലും പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ നന്നായിട്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വയറ് നിറച്ച് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുക. നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കോ, നിങ്ങളിൽ ദൈവം ആരംഭിച്ചിരിക്കുന്ന ആ കൃപകൾ, ദൈവം ആരംഭിച്ചിരുന്ന വലിയ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ നിഷ്ക്രമിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിഷ്ക്രമിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, അത്രമാത്രം നമ്മുടെ ആത്മീയ ഉണർവ് കെടുത്തുന്ന വളരെ ഭീകരമായ ഒരു ആത്മീയ ദുരന്തമാണ് നമ്മൾ രുചിക്ക് അടിമപ്പെടുക എന്നുള്ളത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ എത്ര സ്വീകരിച്ചാലും പിശാചിന് കുഴപ്പമില്ല. നിങ്ങൾ രുചിക്ക് അടിമപ്പെട്ടെന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പിശാചിനൊരു ഭീഷണിയല്ല. അത് ദിവസങ്ങൾക്കുള്ള മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച തീർന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ ഏത് കാര്യമാണെങ്കിലും അതിൻ്റെ ഏറ്റവും പുറകിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു വ്യക്തിയാണ്. നമ്മൾ സെഗ്യോൻ ധ്യാന കേന്ദ്രമാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഷക്കീന ചാനലാണെങ്കിലും, അതും അല്ലെങ്കിൽ നമ്മൾ ഒരു കോൺവെൻ്റ് ആണെങ്കിലും, ഒരു സ്കൂളാണെങ്കിലും, ഒരു ആശുപത്രി ആണെങ്കിലും, കർത്താവിൻ്റെ ഏത് ഒരു മൂവ്മെൻ്റ് ആണെങ്കിലും അതിൻ്റെ പുറകിലേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും അവസാനം കാണുന്ന എന്തായിരിക്കും? ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി അവിടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു വ്യക്തിയെ ഈ പുള്ളിപ്പുലികൾ ഉപദ്രവിച്ചുകൊണ്ടിരുന്നാൽ അത് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുകയില്ല, പകരം അത് നിഷ്ക്രമിക്കും. അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അടുത്തൊരു കാലഘട്ടത്തിൽ ഇവിടെ ശക്തി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശപ്പ് മാറുന്നിടത്തോളം ഭക്ഷണം കഴിക്കരുത്. നിങ്ങളുടെ ഭക്ഷണത്തിനുള്ള ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ കൺട്രോൾ ചെയ്യാൻ ഒരു പരിശീലനം നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവചനത്തിൽ 1-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം, രാജാവ് കഴിച്ചിരുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കഴിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ താൻ മലിനാവുകയില്ല എന്ന് അവൻ നിശ്ചയിച്ചുറപ്പിച്ചു. അത് പാപമല്ല. ഭക്ഷണം കഴിക്കുന്നത് പാപമല്ല, വെള്ളം കുടിക്കുന്നത് പാപമല്ല, ആവശ്യമുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് പാപമല്ല. എന്നാൽ അതിൻ്റെ മുകളിൽ ഒരു വിജയം നേടാത്തിടത്തോളം കാലം നിങ്ങൾ പിശാചിൻ്റെ മുകളിൽ വിജയം നേടുന്നില്ല. എനിക്ക് പരിചയമുള്ള ഒരു പിതാവുണ്ട്. പിതാവിൻ്റെ പേരാണ് ജോസഫ് ഇരുമ്പൻ പിതാവ്. പാലക്കാട് രൂപതയിൽ പണ്ടുണ്ടായിരുന്നൊരു പിതാവാണ്. ആ പിതാവ് എല്ലാ ദിവസവും ഞങ്ങൾക്ക് സെമിനാരിയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത്, ആ 2 മണി സമയമാണ്. ആ 2 മണി സമയത്ത് പിതാവ് അവിടെ ഇരിക്കുമ്പോൾ നല്ല ചൂടാണ്, ഇപ്പോഴത്തെ പോലെ ചൂടേ. മുകളിൽ ഫാനുണ്ട്. ഞങ്ങളും ഇവിടെ ഇരിക്കുകയാണ്, ഞങ്ങൾക്കും വേർക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും ഫാനിൻ്റെ നേരെ. അപ്പോൾ പിതാവ് ചോദിക്കും, എന്തടോ മണ്ണാർക്കാട് രാജാവേ, ഫാനില്ലാതെ ഇരിക്കാൻ പറ്റിയല്ലേന്ന് ചോദിക്കും. ഫാൻ ഇടില്ല, 4 മണി വരെ ഫാൻ ഇടില്ല, അവിടെ ഇരിക്കും. 2-2:30, 3 മണിയാകുമ്പോൾ പിതാവിന് കുടിക്കാൻ ഒരു വെള്ളം കൊണ്ടുവരും. ഞാൻ 3 വർഷം സെമിനാരി ഉണ്ടായിരുന്നു. 3 വർഷവും ഒരു പ്രത്യേക, എനിക്ക് തോന്നുന്നത് പാവയ്ക്ക വെള്ളമാണോ ജീരക വെള്ളമാണോ, എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള വെള്ളം, ഒരു രുചിയില്ലാത്ത വെള്ളമാണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. രുചിയില്ലാത്തൊരു വെള്ളം, അത് പിതാവ് കുടിച്ച് അവിടെ ഇരിക്കും. ഒരിക്കൽ പോലും പിതാവ് TV ഓണാക്കിയിട്ടില്ല. അപ്പോൾ തൻ്റെ തന്നെ ജഡത്തിൻ്റെ പ്രവണതകളെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല രുചിയും നല്ല താല്പര്യമുള്ള കാര്യങ്ങളോടുള്ള അടിമത്തം, അതിനെ ജയിക്കുന്നിടത്താണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ വസന്തം ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തെ പുള്ളിപ്പൊലി, രണ്ടാമത്തതാണ് സംസാരപ്രിയം.
സംസാരത്തിൽ സന്തോഷം കണ്ടെത്തുന്നിടത്ത് നിങ്ങളൊരു വസന്തം ഇനി പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ ചളവള എന്ന് പറഞ്ഞ് കുറേ സംസാരിച്ച് സന്തോഷം കണ്ടെത്തിയെന്ന് വിചാരിക്കുക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ നിങ്ങൾക്ക് ഇത്രമാത്രമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇതിൽ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇത്രേ നടക്കുകയുള്ളൂ. ഇതിൽ താഴ്ത്തിക്ക് പോകുന്നതല്ല, മുകളിലേക്ക് വരില്ല. ഞാൻ നിങ്ങൾ ഒരാളെ പരിചയപ്പെടുത്താം. അദ്ദേഹത്തിൻ്റെ പേരാണ് ആബ മക്കാറിയൂസ്. മക്കാറിയൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഡെസർട്ട് ഫാദറാണ്. ഞാനിപ്പോൾ കുറച്ച് അങ്ങനത്തെ ചില പിതാക്കന്മാരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കരിസ്മാറ്റിക് രംഗത്തുള്ള ആളുകൾ അത് പരിചയപ്പെടണം. അങ്ങനെയുള്ള ആബ മക്കാറിയൂസ് ഒരു ദിവസം അവിടെ അദ്ദേഹം കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ തീയായി നിൽക്കുകയാണ്. അങ്ങനെ തീയായി നിൽക്കുന്ന സമയത്ത് നാട്ടിലുള്ള ഗ്രാമവാസികൾക്ക് എല്ലാം വലിയ സന്തോഷമാണ്. അപ്പോൾ ഗ്രാമവാസികളുടെ അവിടെ ഒരു പ്രശ്നമുണ്ടായി. അവിടെ ഒരു യുവതി ഗർഭിണിയായ സമയത്ത് ആ യുവതി ഇങ്ങനെ പറഞ്ഞു, ഇതിൻ്റെ കാരണം ആ മലയിലെ സന്യാസിയാണെന്ന് പറഞ്ഞു. കേട്ടപാടെ കേൾക്കാതെ നമ്മുടെ തരത്തിൽ നമ്മുടെ ഈ ഒരു പ്രത്യേക ഫനാറ്റിക് സ്വഭാവമുള്ള ആളുകളുണ്ടല്ലോ, അവരെല്ലാം കൊണ്ട് ഓടി വന്ന് ഈ മക്കാറിയൂസ് എന്ന് പറഞ്ഞ ഈ സന്യാസിനെ വലിച്ചിട്ട് ഇടിച്ച് ചവിട്ടി നാശാക്കി. അപ്പോൾ ഒരു യുവാവുണ്ട്. ആ യുവാവിന് ഈ മക്കാറിയൂസിൻ്റെ നല്ല കാര്യങ്ങൾ അറിയാം. ആ യുവാവ് ഓടി വന്ന് ഒരു വിധത്തിൽ അദ്ദേഹത്തെ രക്ഷിച്ച് മലയെ കൊണ്ടേ ആക്കി. മക്കാറിയൂസ് ഒരു അക്ഷരം മിണ്ടണില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറേ കാലം കഴിഞ്ഞ് ആ യുവതിക്ക് ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. എന്തായാലും ശരി, അതെന്താന്ന് നോക്കണ്ട. കുറേ കാലം കഴിഞ്ഞ് ആ യുവതിയോട് അപ്പൻ ചോദിച്ചു, മോളെ ഇത് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കുക, അല്ലെങ്കിൽ തുറന്നു പറ. അത് ഒരു വിഷയോടെ ഉണ്ടായി. അപ്പോൾ ആ യുവതി തുറന്നു പറഞ്ഞു, എൻ്റെ ഈ ഗർഭത്തിന് കാരണം ഈ മലയിലുള്ള മക്കാറിയൂസ് അല്ല, പന്നയോ അപ്പുറത്തെ ഗ്രാമത്തിലുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഉടനെ ഗ്രാമവാസികളെല്ലാവരെയും വിളിച്ചുകൂട്ടി. അവർ പറഞ്ഞു, ഗ്രാമവാസികൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അവർ പറഞ്ഞു, നമ്മുടെ സന്യാസിനെ നമ്മൾ ആദരിക്കണം. നമ്മുടെ സന്യാസി നമ്മൾ അകാരണമായി മർദ്ദിച്ചു, അകാരണമായി ദ്രോഹിച്ചു, വേദനിപ്പിച്ചു. നമ്മുടെ നാടിന് ദോഷമാണ്. അദ്ദേഹത്തെ പോയി കാണണം, ക്ഷമ പറയണം. ഇത് ചെറുപ്പക്കാരൻ അറിഞ്ഞു. ആ ചെറുപ്പക്കാരൻ ഓടിച്ചെന്ന് പറഞ്ഞു, പിതാവേ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. സത്യമായും ദൈവം ജീവിച്ചിരിപ്പുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. പിതാവിൻ്റെ സത്യസന്ധത തെളിഞ്ഞു, പിതാവിൻ്റെ വിശുദ്ധി തെളിഞ്ഞു, പിതാവിൻ്റെ നിരപരാധിത്വം തെളിഞ്ഞു. ഗ്രാമവാസികളെല്ലാവരും ഒന്നടങ്കം ബോധ്യപ്പെട്ട് പിതാവിനെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ മക്കാറിയൂസ് ആകെ വിഷമിച്ചു. അദ്ദേഹം വേഗം ഒരു ചെറിയൊരു തോൾസഞ്ചിയുണ്ട്, അതിനകത്ത് വേഗം കിട്ടിയ സാധനമൊക്കെ ഇട്ട് ക്ഷണം നേരം കൂടി എത്ര നേരത്തെ പോകാമോ അത്ര നേരത്തെ ആ മല വിട്ട് അടുത്ത മലയിലേക്ക് നദി കടന്ന് അടുത്ത മലയിലേക്ക് പോയി അദ്ദേഹം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം ആ ഗ്രാമവാസികൾ വന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന നല്ല വാക്കുകൾ കേൾക്കാനോ, അദ്ദേഹത്തിന് സത്യസന്ധത തെളിഞ്ഞതിൽ അവിടെ നിന്ന് സന്തോഷിക്കാനോ, ആ മഹത്വം സ്വീകരിക്കാനോ ഒന്നും അവിടെ നിന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ പ്രകൃതം എന്താണ്? സംസാരപ്രിയം, അല്ലെങ്കിൽ സംസാരത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ പുറത്തിറങ്ങി സംസാരിക്കുന്ന സന്തോഷം മാത്രമല്ല, നമ്മളെ സത്യസന്ധതയൊക്കെ തെളിഞ്ഞ് നമ്മൾക്ക് കിട്ടുന്നൊരു അംഗീകാരം, നമുക്ക് കിട്ടുന്നൊരു ബഹുമാനം, നമ്മുടെ ഒരു നീതി, നമ്മുടെ ഒരു സാധനം, ഇതെല്ലാം കിട്ടി നമ്മൾ ദൈവം പ്രവർത്തിക്കുന്നത് പറഞ്ഞാലും സത്യത്തിൽ സാത്താൻ നമ്മുടെ കഴുത്തിൽ കുടുക്കിട്ട് നമ്മളെ ഒന്നും അല്ലാതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത്. പരസ്പരം മഹത്വം സ്വീകരിക്കാൻ നിങ്ങളിൽ നിന്ന് ഇനി എന്ത് കൂടുതൽ പ്രതീക്ഷിക്കണം? ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം നിങ്ങൾ പരസ്പരം മഹത്വം സ്വീകരിക്കുകയും അതിൽ സന്തോഷിക്കുകയും അത് കാത്തിരിക്കുകയും അത് കിട്ടിയില്ലെങ്കിൽ വിഷമിച്ചിരിക്കുകയും ചെയ്യുന്നവരാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ ഒരു കാര്യം, അതായത് ഇങ്ങനത്തെ ഒരു പുള്ളിപ്പലി ഉണ്ട്. നിങ്ങൾക്ക് നീതി കിട്ടണം, നിങ്ങൾക്ക് സന്തോഷം കിട്ടണം, നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ സന്തോഷം. അത് റോമാലേഖനം 14-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ടല്ലോ, ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, അത് പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിൻ്റെ നമ്മളുടെ നിരപരാധിത്വം തെളിഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ട്. അതല്ല നമ്മുടെ സന്തോഷം. അത് ത്യജിക്കണം. അങ്ങനെ മറ്റുള്ളവരുടെ അംഗീകാരമോ അതൊക്കെ സത്യം തെളിഞ്ഞ് അവർ വന്നു കഴിയുമ്പോൾ അവരുടെ മുമ്പിൽ ഞാനൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും തന്നെ ജീവിക്കണം, ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ എന്ന് ചോദിക്കാനൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഈ ഈഗോയാണ് ഇതിന് പുറകിൽ നിൽക്കുന്നത്. നമ്മുടെ 99% പ്രവർത്തികളുടെയും പുറകിൽ നിൽക്കുന്നത് പരിശുദ്ധാത്മാവല്ല, ഈഗോയാണ്. ഈ പുള്ളിപ്പുലി അവിടെ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ പുള്ളിപ്പുലി എന്ന് പറയുന്നത്
നമ്മുടെ അത് പിന്നെ നമ്മുടെ ദാനിയേലച്ചൻ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധിയുടെ കാര്യത്തെക്കുറിച്ച്. നമ്മുടെ എന്താ പറയേണ്ടത്, ലസ്റ്റ്, നമ്മുടെ ശരീരത്തിൻ്റെ അശുദ്ധിയുടെ കാര്യത്തെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ ഈ കണ്ടതിനേക്കാളൊക്കെ വലിയ അഭിഷേകങ്ങൾ ലോകത്ത് ഇനിയും വരാനിരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് എത്രയോ കത്തോലിക്ക ശുശ്രൂഷകരിലൊക്കെ വലിയ വലിയ അഭിഷേകങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. അതിലൊരു വിശുദ്ധൻ്റെ കാര്യം പറയാം. വിശുദ്ധ ബെർണാഡ് എന്ന് പറഞ്ഞാൽ അസീസി പുണ്യാളൻ്റെ ആദ്യത്തെ ശിഷ്യനായ ബെർണാറുണ്ട്. അദ്ദേഹമല്ല, മറ്റൊരു ബെർണാഡ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ലോക ബഹുമാനം ആഗ്രഹിച്ചിട്ടില്ല. ലോക ബഹുമാനം ഉപേക്ഷിച്ച് ജനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ലോകത്തിൽ നിന്ന് മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ നിന്ന് മറഞ്ഞു പോവുകയാണ്. അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കി അവിടെ നിന്ന് വിട്ടുപോകും. അങ്ങനെ ലോകത്തിൽ നിന്ന് മറഞ്ഞു പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും, നമ്മൾ യൂട്യൂബ് ഉപയോഗിച്ചില്ലെങ്കിൽ, നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ, നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, നമ്മൾ മൈക്ക് കൂടെ പ്രസംഗിച്ചില്ലെങ്കിൽ ദൈവരാജ്യം വളരില്ല എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, തെറ്റായ ഒരു ബോധ്യമാണത്. നാം എത്രമാത്രം ലോകത്തിൽ നിന്ന് മരിക്കുന്നുവോ, നാം എത്രമാത്രം ലോകത്തിൽ നിന്ന് മറഞ്ഞ് പുറകോട്ട് പോകുന്നുവോ, അത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ ശക്തി ലോകത്തിൽ കൂടുതൽ പ്രബലപ്പെടാൻ തുടങ്ങും. വിശുദ്ധ ബെർണാഡിന്റെ ജീവചരിത്രം വായിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധ ബെർണാഡ് ഒരു പ്രദേശത്തുകൂടെ ഇങ്ങനെ നടന്നു പോയാൽ മതി. ആ പ്രദേശത്ത് നടന്നു പോകുന്ന സമയത്ത് ആ പോകുന്ന വഴികളിലുള്ള എല്ലാ പുരുഷന്മാരും കുട്ടികളും അവര് മാനസാന്തരപ്പെട്ട് ദൈവമേ എന്ന് പറഞ്ഞ് ഹൃദയം ദൈവത്തിന് സമർപ്പിച്ച് അവർ സ്വർഗരാജ്യ വേലയ്ക്ക് വേണ്ടി, ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി മിഷണറിമാരായിട്ട് പോകും. അതുകൊണ്ട് വിശുദ്ധ ബെർണാർഡെങ്ങാനും ഒരു റോട്ടിലൂടെ നടക്കുകയാണെങ്കിൽ ആ പ്രദേശത്തുള്ള സ്ത്രീകൾ ഓടി ചെന്ന് പുരുഷന്മാരെയും കുട്ടികളെയും മുറിക്കകത്തേക്ക് വാതിലിട്ട് കുറ്റിയിട്ട് പൂട്ടിയിടും. ബെർണാർഡ് പോയതിനു ശേഷമേ ഇവരെ തുറന്നു വിടുകയുള്ളൂ. ലോക ചരിത്രത്തിലുണ്ടായ ഒരു അനോയിൻറ്റിംഗ് ആണത്. നമ്മുടെ ഈ ഫേസ്ബുക്കിലൂടെയാണ് ഇപ്പം ഇതൊക്കെ നടക്കുന്നത്. രാജ്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്രമാത്രം കർത്താവിൽ മറയുന്നുവോ, നമ്മൾ എത്രമാത്രം നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങൾക്കും നമ്മുടെ ഇന്ദ്രിയത്തിൻ്റെ നമ്മുടേതായ ലോക ബഹുമാന കാംക്ഷ ഉപേക്ഷിച്ച് നമ്മൾ ലോകത്തിന് മരിക്കുന്നുവോ, അതിനനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉയർന്നു വരും. നമ്മളങ്ങനെ ലോകത്തിന് മരിക്കാതെ ലോകത്തിന് നമ്മൾ ഫ്രണ്ടിൽ നിന്നാൽ ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ പ്രതീക്ഷിക്കണ്ട. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 736 ഖണ്ഡികയിൽ ഈ കാര്യം സഭാ മാതാവ് മക്കളെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 736 പാരഗ്രാഫ്, ദ മോർ വി റിനൗൺസ് അവേഴ്സെൽവ്സ് ദ മോർ വി വാക്ക് ബൈ ദ സ്പിരിറ്റ്. നാം നമ്മെ തന്നെ എത്ര അധികമായി പരിത്യജിക്കുന്നുവോ അത്ര അധികമായി പരിശുദ്ധാത്മാവ് നമ്മെ പ്രവർത്തന ഉന്മുഖനാക്കും. ഇന്ന് പരിശുദ്ധാത്മാവല്ല, നമ്മളാണ് പ്രവർത്തന ഉന്മുഖനായിരിക്കുന്നത്. ഉന്മുഖനായി ഒരു മുഖനായിരിക്കുകയാണ്. എഴുന്നേറ്റ് വന്നേ. ഒരു 3 മേഖല. ഒന്ന്, നിങ്ങൾ പരിശുദ്ധാത്മാവ് വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങളുടെ ഭക്ഷണത്തിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക. രുചിയുള്ള ഭക്ഷണം കണ്ടാൽ അതിൻ്റെ മേൽ വിജയം നേടുക. കഴിക്കണോ കഴിക്കാതിരിക്കുന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നിനക്ക് അതിൻ്റെ മേലൊരു വിജയം വേണം. ഒരു ഇറച്ചിയോ മീനോ വേണമെന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഒരു പാനീയമായാലും മതി. നന്നായിട്ട് കുടിക്കാൻ തോന്നിയാൽ അവിടെ ഇരിക്കട്ടെന്ന് പറയാം. അപ്പം കുടിക്കണില്ല, കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ ആഗ്രഹം നിന്ന് പലതൊക്കെ കുടിച്ചോളും. പറഞ്ഞ ഹല്ലേലൂയ. അതായത് ഭക്ഷണം എന്ന് പറഞ്ഞ ഉടനെ ഇറച്ചി മീനാന്ന് വിചാരിക്കരുത്. പച്ചവെള്ളമായാലും മതി. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന്, നിങ്ങളുടെ നാവിൻ്റെ രുചിക്കനുസരിച്ചുള്ള ജീവിതം നിയന്ത്രിക്കുക. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വർദ്ധിക്കും. 2, നിങ്ങളുടെ ഉറക്കം കുറച്ച് കുറയ്ക്കുക. എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ശക്തി പ്രാപിക്കാൻ തുടങ്ങും. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നിങ്ങൾ വളരും. വളരെ വലിയ അനോയിൻറ്റിങ് ഈ കേരളത്തിൽ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും വീശി അടിക്കാൻ തുടങ്ങും. ഇതിന് ഈ ത്യാഗം സഹിക്കുന്നവരുണ്ടാകണം. ഈ ത്യാഗം സഹിക്കുന്നവർ കുറച്ച് ഉറക്കം കുറച്ച്, ശരീരത്തിന് സുഖം കുറച്ച് ത്യാഗം എടുക്കുന്നവരുണ്ടായിരിക്കണം. 3, ലോക ബഹുമാന കാംക്ഷ. ഈഗോയാകുന്ന പുള്ളിപ്പുലിക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ വചനം പഠിപ്പിക്കുന്നത്? സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. നമ്മളെ തന്നെ ത്യജിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിപ്പിക്കുമ്പോഴും ധ്യാനിപ്പിക്കുമ്പോഴും എല്ലാം നമ്മുടെ ഈ പുള്ളിപ്പുലിക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനം മാക്സിമം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനം കാണുമ്പോൾ ഓടി രക്ഷപ്പെടുന്നില്ല.
പ്രൈസ് ദി ലോർഡ്. ബഹുമാനം കാണുമ്പോൾ കുറച്ചും കൂടെ എന്ന് പറഞ്ഞ് നമ്മൾ ലോകത്തിന് മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനി ലോകം തമ്മിൽ എന്ത് വ്യത്യാസം? യേശു ക്രിസ്തുവിനോടുള്ള വിരോധവും വെറുപ്പും നിലനിർത്തിക്കൊണ്ട് ക്രിസ്ത്യാനിയെ ലോകത്തിന് മിത്രമാക്കുന്ന തന്ത്രമാണ് ലോകം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ലോകത്തിന് മിത്രമായിട്ടിരിക്കുന്ന കാര്യം നമ്മൾ മാത്രം അറിയാത്തുള്ളൂ. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ ശത്രുവായി നിലനിർത്തി ക്രിസ്ത്യാനി സഭയെ ലോകത്തിന് മിത്രമായി നിർത്തി ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായ ഒരു വേർതിരിവ്, അടിസ്ഥാനപരമായി ഈ ഒരു മേഖലകളിൽ നമ്മുടെ ശരീരത്തിന് കുടികൊള്ളുന്ന ഇങ്ങനെ പുള്ളിപ്പുലികളെ കീഴ്പ്പെടുത്തുന്നതിൽ നമുക്കൊരു ജാഗ്രത ഉണ്ടെങ്കിൽ അതിൽ വ്യത്യാസം ഉണ്ടാവും. എഫേസ്യസ് 4:30 ഇങ്ങനെ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. എപ്പോഴും നമ്മളത് ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ ദുഃഖിപ്പിക്കണത്? അസഭ്യം പറഞ്ഞും മദ്യപിച്ചും ഒക്കെ അത് ചെറിയ വിധത്തിൽ, അതിനേക്കാൾ കൂടുതൽ ബഹുമാനം കിട്ടുമ്പോൾ സ്വീകരിക്കുക. ബഹുമാന കാംക്ഷ, സുഖലോലപത, അലസതയാണ് ഉറക്കം എന്ന് പറഞ്ഞത്. അതിനെ കൺട്രോൾ ചെയ്യണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. അടുത്തൊരു കാലഘട്ടത്തിൽ വലിയൊരു അനോയിന്റിങ് ലോകരാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ കണ്ടിട്ടുള്ളതിനേക്കാൾ വലിയ തരത്തിലുള്ള അനോയിന്റിങ് ലോകത്തിൽ ഇതിനു മുമ്പ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അനേകം വിശുദ്ധാത്മാക്കൾ അവർ വെറുതെ നടന്നു പോകുമ്പോൾ തന്നെ അവരുടെ പോകുന്ന വഴികളിലെ പ്രദേശത്ത് അവരെ ഒരൊറ്റ വാക്ക് പോലും പ്രസംഗിക്കണം, വെറുതെ നടന്നു പോയാൽ മതി. പരിശുദ്ധാത്മാവിൻ്റെ അനോയിന്റിങ് ഇറങ്ങി പുരുഷന്മാർ ആനന്ദിച്ച് കരഞ്ഞ് അവർ മിഷണറിമാരായി. ഈ ബെർണാഡിൻ്റെ കാലത്ത് 1000 പേര് സെമിനാരി ചേർന്നു, 1000-ലധികം പേര് സെമിനാരി ചേർന്നു. പിന്നെ സ്ത്രീകൾ വെറുതെ ഇരിക്കുമോ? വിശുദ്ധനങ്ങാൻ ആ പ്രദേശത്ത് കൂടെ നടന്നു ഓടി വന്ന് പുരുഷന്മാരെയും കുട്ടികളെല്ലാം മുറിക്കകത്തിട്ട് വാതിലടച്ച് പൂട്ടിയിട്ട് സ്ത്രീകൾ ആ വിശുദ്ധം പോയിട്ട് ശേഷം തുറന്നു വിടുകയുള്ളൂ. അതുപോലെ അനോയിന്റിങ് ആ പ്രദേശം ആ നാട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വ്യാപിക്കുമായിരുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവമേ, അവിടെ നിന്ന് അരുളി ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തിയെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ഫലത്തെ കുറിച്ച് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അങ്ങ് പഠിപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിന് വരിക്കുവിൻ. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിന് വസിക്കുവിൻ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഈശോയെ ആരാധന. പിതാവേ, ഈശോയുടെ നാമത്തിൽ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവിന്റെ അനന്തമായ ശക്തി നിറയുന്ന വിധമുള്ള ജീവിതം ഓരോരുത്തർക്കും അവിടുത്തെ കരുണയാൽ ലഭിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.